തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSTU സംസ്ഥാന കമ്മിറ്റി അംഗം സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. ധർണ KSKTU സംസ്ഥാന ഉപാധ്യക്ഷൻ E. ജയൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. ഇതിൽ സംസ്ഥാനം വിഹിതം നൽകാതിരുന്നാൽ കേന്ദ്രം നൽകുന്ന വിഹിതവും ലഭിക്കില്ല. ഇതോടെ ഈ പദ്ധതി തന്നെ അവതാളത്തിലാകുമെന്നും അങ്ങനെ ഈ പദ്ധതി നിർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്നും ജയൻ പറഞ്ഞു. എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തിലേക്ക് മാറാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ 60% കേന്ദ്രം നൽകും, 40% ഇനി മുതൽ സംസ്ഥാനം നൽകണം. സംസ്ഥാനം പണം നൽകിയില്ലെങ്കിൽ കേന്ദ്രം പണം നൽകില്ല, അതോടുകൂടി പണി നിൽക്കും. ഈ പാവപ്പെട്ട തൊഴിലാളികളെ വശംബദ്ധരാക്കാൻ എന്താ BJP RSSകാരൻ പറഞ്ഞത്? ഇതുവരെ 100 ദിനമാണ് തൊഴിൽ കൊടുത്തത്, ഇനി 125 ദിവസം കൊടുക്കും. നിങ്ങളൊക്കെ എത്ര വിരോധാഭാസമാണ്. എന്റെ പിറകിലും എന്റെ ഒപ്പവും ഇരിക്കുന്ന തൊഴിലാളി സഖാക്കളുണ്ട്. 100 ദിനം പൂർത്തീകരിച്ചത് അപൂർവങ്ങളിൽ അപൂർവമാണ്. കേരളത്തിലാകെ ശതമാനക്കണക്ക് എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. 67.something. ഈ 67.something നടപ്പാക്കിയ കേരളത്തിൽ 100 ദിവസം തൊഴിൽ നൽകാൻ നമുക്ക് കഴിയുന്നില്ല. ആ നിലയിലാണ് ഇവർ പറയുന്നത് 125 ദിവസം നൽകും. ഈ പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിക്കണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിക്കുന്നതിനെതിരായി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റി നിർത്തണം, അടർത്തി നിർത്തണം, ഭിന്നിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ അധ്യക്ഷൻ ഇക്ബാൽ, KP അജയൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.